ഒരിക്കൽ ഒരു ന്യായശാസ്ത്രി യേശുവിനെ പരീക്ഷിക്കാനായി ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? നീ എന്തു വായിക്കുന്നു? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും സ്നേഹിക്കുക. നിങ്ങൾ ശരിയായി ഉത്തരം നൽകി. ഇത് ചെയ്യുക, നിങ്ങൾ ജീവിക്കും. സ്വയം നീതീകരിക്കാൻ വേണ്ടി ന്യായശാസ്ത്രി യേശുവിനോട് ചോദിച്ചു, എങ്കിൽ ആരാണ് എന്റെ അയൽക്കാരൻ? ഈ ചോദ്യത്തിന് മറുപടിയായി യേശു ഒരു കഥ പറഞ്ഞു. ജെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുകയായിരുന്നു. ആ വഴി വളരെ അപകടം പിടിച്ചതും വിജനവുമായിരുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ ആ പാതയിൽ കവർച്ചക്കാർ പതിയിരിക്കുന്നത് പതിവായിരുന്നു. യാത്രക്കിടയിൽ ഒരു കൂട്ടം കവർച്ചക്കാർ അയാളെ വളഞ്ഞു. അവർ അയാളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം അപഹരിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ജീവനു വേണ്ടി പിടയുന്ന ആ മനുഷ്യനെ അവർ വഴിയരികിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം ഒരു യഹൂദ പുരോഹിതൻ ആ വഴിയിലൂടെ കടന്നു വന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ മനുഷ്യനെ അയാൾ കണ്ടു. എന്നിരുന്നാലും അദ്ദേഹത്തെ സഹായിക്കാൻ നിൽക്കാതെ കണ്ടില്ലെന്ന് നടിച്ച് റോഡിന്റെ മറുവശത്തുകൂടി അദ്ദേഹം കടന്നുപോയി. പിന്നീട് ഒരു ലേവ്യൻ, ഒരു ദേവാലയ ശുശ്രൂഷകൻ അവിടെ വന്നു. അവനും ആ മനുഷ്യനെ കണ്ടു. പക്ഷേ അവനും കരുണയില്ലാതെ കടന്നുപോയി. അങ്ങനെയിരിക്കെ യഹൂദന്മാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ശമരിയ എന്ന ദേശക്കാരനായ ഒരു മനുഷ്യൻ ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യഹൂദന്മാരും ശമര്യക്കാരും തമ്മിൽ സംസാരിക്കുക പോലും വഴിയരികിൽ മരണത്തോട് മല്ലിടുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ ശമര്യക്കാരന്റെ മനസ്സലിഞ്ഞു. അയാൾ തന്റെ കഴുതയെ നിർത്തി താഴെ ഇറങ്ങി. അയാൾ ആ മനുഷ്യന്റെ അരികിലെത്തി. തന്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും എണ്ണയും കൊണ്ട് അവന്റെ മുറിവുകൾ കഴുകി വൃത്തിയാക്കി തുണി കൊണ്ട് ഭംഗിയായി കെട്ടി. അതിനുശേഷം വളരെ ശ്രദ്ധയോടെ അവനെ താങ്ങിയെടുത്ത് തന്റെ കഴുതപ്പുറത്ത് കയറ്റി. പതുക്കെ കഴുതയെയും നയിച്ചുകൊണ്ട് അയാൾ അടുത്തുള്ള ഒരു സത്രത്തിലെത്തി. അന്ന് രാത്രി മുഴുവൻ അയാൾ ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു. പിറ്റേന്ന് രാവിലെ യാത്ര പുറപ്പെടും മുൻപ് സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 വെള്ളിക്കാശ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ നന്നായി നോക്കണം. കൂടുതൽ എന്തെങ്കിലും പണം ചെലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഈ കഥ പറഞ്ഞ ശേഷം യേശു ന്യായശാസ്ത്രിയോട്, കവർച്ചക്കാരുടെ ഇടയിൽ വീണവന് ഈ 3 6 അയൽക്കാരനായി എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ, അതെ, നീയും പോയി അതുപോലെ ചെയ്യുക. ഗുണപാഠം: നമ്മുടെ അയൽക്കാരൻ എന്നത് ജാതി, മതം, ദേശം, ഭാഷ എന്നിവയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തുള്ള ആളാണ്.